വാവ്, എങ്ങനെയുണ്ട് നമ്മളെ സൂപ്പർ ആയിട്ടല്ലേ? വാവ്, ബ്യൂട്ടിഫുൾ. അപ്പൊ സൂപ്പർ ആയിട്ട് ഇങ്ങനെ ഹെയർ ബാൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ എനിക്ക് നല്ല രസമായിട്ട് കാണാൻ നല്ല സുന്ദരം. എനിക്ക് നല്ല ഭയങ്കര കാണാൻ. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണത് ഗ്ലൂ ഗൺ ഹാക്സ് പാർട്ട് 4. അപ്പൊ നമ്മള് ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. നമ്മള് പാർട്ട് 3 വരെ ചെയ്തു. പക്ഷെ ഇന്നത്തെ ടെസ്റ്റിങ്ങിന് പ്രത്യേകത ഉണ്ട്. ഇതുവരെ നമ്മള് വൈറ്റ് സ്റ്റിക്ക് വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണത് നമ്മുടെ ഗ്ലിറ്റർ ഗ്ലൂ സ്റ്റിക്സ് വെച്ചിട്ടാണ്. ഇത് 25 നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോ നമ്മുടെ എന്താ പറയാ, പല കളേഴ്സിന്റെ ബ്ലൂ ഉണ്ട്, ഒക്കെ ഗോൾഡൻ, റെഡ്, പിന്നെ എന്താ പിങ്ക്, ഗ്രീൻ, അങ്ങനെ സിൽവർ കളർ, അങ്ങനെ ഒരു 25 ഗ്ലൂ സ്റ്റിക്സ് ആണ് നമുക്ക് വന്നേക്കുന്നത് ആമസോണിൽ നിന്നാണ്. ഇതിന്റെ റേറ്റ് ഞാൻ ഇതിൽ എഴുതി കാണിക്കാം കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പം ഇതുവരെ ചെയ്തതൊക്കെ വൈറ്റ് ആണ്. ഇനി നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ഗ്ലൂ സ്റ്റിക് ഹാക്സ് ആണ് ചെയ്യാൻ പോണത്. അപ്പൊ സൂപ്പർ ആയിട്ടുള്ള ഹാക്സ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഹാക്സ് ഒക്കെ കാണാത്തവരുടെയും കണ്ടു നോക്കാൻ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ എന്താ, നിങ്ങളുടെയൊക്കെ ഒരു കട്ട സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പൊ ഇന്ന് മേക്ക് ഇറ്റ് പോസിബിൾ സെഷൻ ആണുള്ളത്. അപ്പൊ ഒരു കിഡിലൻ ചാനൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണാം. പിന്നെന്താ, ഗ്ലൂ സ്റ്റിക്ക് എങ്ങനെയാണ്, അല്ല ഗ്ലൂ ഗൺ എങ്ങനെ യൂസ് ചെയ്യാന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്ലൂ ഗൺ. അപ്പൊ ഗ്ലൂ ഗണ്ണിനായി ഇത് ഓൺ ചെയ്യാനുള്ള സ്വിച്ച് ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഗ്ലൂ ഗണ്ണിൽ ഗ്ലൂ സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക. അതേ ഒരു ഗ്ലൂ സ്റ്റിക്ക് എടുത്തു നമ്മൾ ഇതേ ഈ ഹോളിൽ കൂടെ ഇട്ട് കൊടുക്കുക. അതിപ്പോ ഞാൻ ഒരു ഗ്ലൂ സ്റ്റിക്ക് ഇതിൽ കയറ്റി വെച്ചിട്ടുണ്ട് വൈറ്റ്. അപ്പൊ ഇവിടെ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക. ഇത് ഉള്ളിലേക്ക് കയറിപ്പോളും. അതിനുശേഷം ഇത് പവറിൽ കുത്തി വെക്കുക. അതിനുശേഷം കുത്തി വെച്ചതിന്റെ ഒപ്പം ഇത് ഓൺ ചെയ്ത് വിടുക കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ചൂടാവും. ചൂടായി കഴിയുമ്പോ ഇതിന് ത്രീശ് ഇങ്ങനെ വന്നു തുടങ്ങും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ ചൂടായി കഴിഞ്ഞു എന്ന്. അപ്പൊ മെല്ലെ ഇങ്ങനെ അമർത്തിയിട്ട് യൂസ് ചെയ്യാം. സൂക്ഷിക്കണം, ചൂടുണ്ടാവും. യൂസ് ചെയ്യുക. അതിന്റെ ഒപ്പം നമ്മൾ അത് കഴിഞ്ഞ് വെക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പൊ ഇത് സ്റ്റാൻഡിൽ ഇരിക്കുന്ന പോലെ ഇരുന്നോളൂ. ഇത്രയുള്ള ഗ്ലൂ ഗൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ 3D പെന്റെ നമ്മൾ 3D പെന്റെ ഹാക്സ് നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയുള്ള, പിന്നെ അതേ സമയം കളയണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാവുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ് ആദ്യം കാണിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ചെറിയ ഹാക്കിൽ നിന്ന് വലിയ ഹാക്കിലേക്ക് പോകാം. അപ്പൊ ഇവര് പറയുന്നത്, നമ്മുടെ കമ്മലിന്റെ ഒക്കെ മൂടി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ, നമ്മള് കുറെ നേരം തപ്പി നടക്കും. അത് കഴിഞ്ഞ് കാണാണ്ടേ കഴിഞ്ഞാൽ കമ്മൽ എവിടെയെങ്കിലും വെക്കും, അല്ലെങ്കിൽ വേറെ മുടി മാറ്റി ഇട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. അപ്പൊ ഇവര് പറയുന്നത്, നമ്മുടെ കയ്യിൽ ഗ്ലൂ സ്റ്റിക്ക് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്മലിന്റെ ബാക്കില് ഈ ഗ്ലൂ സ്റ്റിക്ക് ഒരു കഷ്ണം മുറിച്ചെടുക്കുക, കമ്മലിന്റെ ബാക്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പൊ ആ ഒരു ശങ്കിരി എന്നൊക്കെ പറയൂല്ലോ നമ്മള്, ആ സാധനത്തിന് പകരം ആയിരിക്കും. അപ്പൊ ഇതൊരു അടിപൊളി ഹാക്കാന്ന് ഇവര് പറയുന്നത്. അപ്പൊ ഒരു ഹാക്ക് നോക്കാം കേട്ടോ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മള് വൈറ്റ് ഗ്ലൂ സ്റ്റിക്കിന്റെ ഒരു കഷ്ണം ഒരു കത്തി വെച്ചിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ സമയത്ത് മുറിച്ച് നേരങ്ങൾ ഉണ്ടാച്ചിട്ടാണ് ഞാൻ കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കമ്മല്, ഈ കമ്മല് തന്നെ എടുക്കാം. നമുക്ക് ഇതിന്റെ ബാക്കിൽ നമുക്ക് ഇട്ട് നോക്കാം. കുറച്ച് ഗ്ലാമർ കുറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഇത് എടുത്തു. ഇനിയിപ്പോ ഇതിന്റെ മൂടി പോയി നമ്മൾ സങ്കല്പിക്കുക. അതിന് ശേഷം ഈ സാധനങ്ങൾ കുത്തി കയറ്റാൻ പോകാം. കൊള്ളാലോ, സൂപ്പറാണല്ലോ. ഇനിയിപ്പോ ഇങ്ങനെ ഞാൻ ഒരു മൂടി ഉണ്ടാക്കണ അറിയില്ല. അത് എന്തായാലും സൂപ്പർ ഹാക്കാണ് കേട്ടോ. അപ്പൊ ഈ ഗ്ലൂ സ്റ്റിക്ക് ഉള്ളവര് ഇനി കമ്മലിന്റെ മൂടി പോയിന്നുകൊണ്ട് വിഷമിച്ച് ഇറക്കണ്ട. ഇനി ചേച്ചിയാ അനിയത്തിയൊക്കെ ഇതേപോലെ കമ്മലിന്റെ മൂടി പോയി ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മള് ഗ്ലൂ സ്റ്റിക്കിന്റെ ഒരു കഷ്ണങ്ങൾ മുറിച്ച് കൊടുക്കാം. സാക്രിഫൈസ് നമ്മൾ ചെയ്ത് കൊടുക്കാം, ഹീറോ ആവാന്നിട്ട്. അപ്പൊ അതെ, ഇതൊരു സക്സസ്ഫുൾ ഹാക്കാണ്. നമ്മൾ 10ൽ 10 മാർക്ക് കൊടുക്കട്ടോ. അപ്പൊ ഇതങ്ങനെ അധികം ആർക്കും അറിയണമെന്നുണ്ടാവില്ല. ഈ ഗ്ലൂ സ്റ്റിക്കൊക്കെ നമ്മൾ കയ്യിൽ വെച്ചിരിക്കുന്നുണ്ടാവും, ഈ ഗ്ലൂ ഗണ്ണിലിടാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇനി ഇങ്ങനെ യൂസും കൂടി ഉണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ ഇനി നമുക്ക് ഈ കമ്മലും കൂടി ഇട്ടിട്ട് നമുക്ക് നെക്സ്റ്റ് ഹാക്കിൽ പോകാം. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഹാക്കാണ്. അപ്പൊ നമ്മളിപ്പോ കമ്മലിന്റെ ബാക്കിൽ മൂടി വെച്ച് കൊടുത്തു. ഇനി നമ്മൾ കമ്മൽ തന്നെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ ദീപി കിടന്നുറങ്ങുന്നു. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവർ ആദ്യം തന്നെ ഈ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു പേപ്പറിൽ, നമ്മുടെ ബട്ടർ പേപ്പറിൽ, എപ്പോഴും വാസ്ലിൻ വെച്ച് ചെയ്യണതായിരിക്കും നല്ലത് കേട്ടോ. എന്തെങ്കിലും ക്രീം തേച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഒറ്റിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അതിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം. അപ്പൊ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു റൗണ്ട് ഷേപ്പിൽ വരും. അതിനുശേഷം അത് നമുക്ക് കോർത്തിട്ട് വേണമെങ്കിൽ ബ്രേസ്ലെറ്റ് ആക്കാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു കമ്മലിട്ടത് കാണിക്കട്ടെ. അപ്പൊ നമ്മളിന്ന് കമ്മലാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പൊ ഈ ഒരു ഹാക്ക് വർക്കൗട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. ടിൻഡിൻ
അപ്പൊ ഇതാണ് നമ്മുടെ കമ്മൽ ഉണ്ടാക്കിയത്. നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു പ്രശ്നമുണ്ട് ഗ്ലൂ സ്റ്റിക്കിൽ വെച്ചിട്ട് നമ്മള് 3D ഗൺ അല്ല 3D ഗൺ എന്തോ എങ്ങനെ അല്ല 3D പെൻ പോലെയല്ല 3D പെന്നില് നമ്മൾ ഈ ഫിലമെന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വലിച്ചെടുക്കാം. പക്ഷെ ഗ്ലൂ സ്റ്റിക്കിൽ ഗ്ലൂ ഗണ്ണിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലൂ ഗണ്ണിൽ ഈ സ്റ്റിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. നീണ്ടു നിൽക്കണെന്ന് വെച്ചാൽ വലിച്ച് ഊരിയെടുക്കാം. ഉള്ളിലേക്ക് പോയിന്ന് വെച്ചാൽ പിന്നെ അത് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതിൽ നമ്മൾ ഇപ്പൊ ബ്ലൂ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ തീരാണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് റെഡ് വെച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വൈറ്റ് ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, വൈറ്റ് തന്നെയല്ലേ വരുള്ളൂ. അപ്പൊ നമ്മളിത് ആദ്യം ചെയ്തപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ബ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു. അപ്പൊ 3 വട്ടിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അത് ഒരുമിച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ റെഡ് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ റെഡ് കൊണ്ട് 3 അതിനൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഇതൊരു വേറൊരു സ്റ്റഡ് ഇരിക്കണ്ടായിരുന്നു, അതിന്റെ മുകളിൽ ഞാൻ വെച്ച് ഒട്ടിച്ചേക്കാണ്. അപ്പൊ ഇതൊരു സൂപ്പർ ഹാക്ക് ആയിട്ടാ. അപ്പൊ നമുക്കിതൊന്ന് ഇട്ട് നോക്കാം എങ്ങനെ ഒരു ചന്തണ്ടെന്ന് നോക്കിട്ട് വരാം. വാ എങ്ങനെയുണ്ട് നമ്മളെ സൂപ്പർ ആയിട്ട് അല്ലെ. ഒരു പ്രശ്നമുള്ള ഒരു വണ്ടി പോലെ നിൽക്കും. ഇത് എനിക്ക് എന്ത് തോന്നുന്നറിയോ, പണ്ടൊക്കെ ഈ അമ്മാവന്മാരൊക്കെ ഇങ്ങനെ കമ്മലിട്ടിട്ട് ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കില്ല, അതുപോലത്തെ ഒരു ഷേപ്പ് പോലെ തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെ വെറൈറ്റി ഇട്ട്. പക്ഷെ ഇതൊന്ന് നൂലിൽ കോർത്തിട്ട് ഒന്നുകൂടി ചന്തത്തിൽ നിൽക്കും തോന്നുന്നുണ്ട്. ഇതിപ്പോ നൂലിലല്ല നമ്മൾ കോർത്തിക്കുന്നുണ്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി കമ്മലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മനസ്സിലായില്ല. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. അപ്പൊ സക്സസ്ഫുൾ ഹാക്കാണ്. 10ൽ 10 മാർക്ക് കൊടുക്കാം നമുക്ക്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് ഒരു അടിപൊളി ഹാക്കാണ്. അപ്പൊ ഈ ഒരു ഹാക്കിൽ ഒരു ബ്രേസ്ലെറ്റ് ആണ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഈ ട്രേസ് പേപ്പറിൽ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിൽ ഗ്ലൂ ഒന്ന് ഒറ്റിച്ചു കൊടുത്തു. അതിന്റെ മുകളിൽ ഏതെങ്കിലും സ്റ്റോണോ എന്തെങ്കിലും സീക്വൻസ് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. വീണ്ടും ഒറ്റിച്ചു കൊടുത്തു, അടുത്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ വെച്ച് 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 അവസാനം അത് കുളത്തൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുക ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഒരു ഹാക്ക് വർക്കൗട്ട് ആവും. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രേസ്ലെറ്റ്. അപ്പൊ നമ്മുടെ കൈച്ചെയിനാണ് കേട്ടോ ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി. അപ്പൊ ഞാനൊരു സ്റ്റോൺ ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ, കുറച്ച് സ്റ്റോൺസ് ഉണ്ടായിരുന്നു. നമ്മുടെ പാറുവിന്റെ പണ്ടത്തെ ഒരു ജീൻസിന്ന് ഞാൻ പറിച്ചെടുത്ത് വെച്ചതാണ്, അത് ഇടാൻ പറ്റാണ്ട്. അപ്പൊ നമുക്ക് അവര് പറഞ്ഞ പോലെ നമ്മൾ ചെയ്തേക്കുന്നത് നമ്മുടെ കയ്യിൽ കുളത്തില്ല, അതിന് ശേഷം അത് കാരണം നമ്മൾ നൂല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. നമുക്കത് കെട്ടി നോക്കാട്ടോ. വാവ് ബ്യൂട്ടിഫുൾ. ആഹാ, കെട്ടാൻ ആരെങ്കിലും വേണ്ടി വല്ല ഈശ്വരാ, എന്ത് ചെയ്യും, കെട്ടിട്ട് വരാം. എന്തുണ്ടായെന്നറിയോ, ഞാനത് കെട്ടാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ നമ്മുടെ ഗ്ലൂ ഗണ്ണാണല്ലോ ഈ നൂലിങ്ങോട്ട് അഴിഞ്ഞു പോന്നു. പക്ഷെ സൂപ്പറാണ് കേട്ടോ. എന്ത് ചെയ്യാം, സാറില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യുമ്പോ അത് കുറച്ച് ഉറപ്പായിട്ട് ചെയ്തോളൂ. ഇതിപ്പോ സക്സസ്ഫുൾ ഹാക്ക് തന്നെയാണ്. നോക്കിയേ, ഇങ്ങനെ വെച്ചത് കാണിച്ചു തരാം. ഇത് കെട്ടി കഴിഞ്ഞത് ഇങ്ങനെ ഇരിക്കും കണ്ട. നല്ല രസമായിട്ടുള്ള കാഴ്ച നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. പക്ഷെ ഒറ്റതുള്ളോ, നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും അഴിഞ്ഞു പോകാൻ, പൊട്ടി പോകാന്നുള്ളൊരു ഗ്ലൂ ഗണ്ണല്ലേ, നമുക്ക് പശ വെച്ചോട്ടിക്കണതല്ലേ, നമുക്ക് അറിയില്ല വിശ്വസിക്കാൻ പറ്റുമെന്ന്. എനിക്കറിയില്ല, എന്റെ ഗ്ലൂ ഗൺ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയാ, ഇങ്ങനെ അഴിഞ്ഞു പോയി എന്നൊക്കെ വരും. അപ്പൊ ഇത് സൂപ്പർ ഹാക്കാണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ 10ൽ 10 മാർക്കൊക്കെ തരാം. പക്ഷെ ഇത് എന്നെ പറ്റിച്ചു. ഞാനിത് അഴിച്ചിനെ കെട്ടിട്ട് കൈമ കൂടി ഇടാൻ നോക്കിയതാ. അപ്പൊ സാധനം ഇങ്ങോട്ട് പോകുന്നതേ സൂപ്പർ ആയിട്ടില്ലേ. ഇങ്ങനത്തെ ഒരു കഴിച്ചയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പറയില്ല നമ്മള് ഉണ്ടാക്കിയതാണ്, ഇത് പുറത്തുനിന്ന് മേടിച്ചാന്ന് പറയുള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനെ എവിടേക്കെങ്കിലൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഗ്ലൂ ഗണ്ണിന്ന് ഇങ്ങനെ ഓരോ കല്ലൊക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങും. ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചെന്ന് എടുത്ത വഴിക്ക് പറഞ്ഞാൽ പോകും. അങ്ങനെ പ്രശ്നം. നമുക്ക് 10ൽ 10 മാർക്ക് കൊടുക്കണ്ട, 10ൽ നമുക്കൊരു 8 മാർക്ക് കൊടുക്കാം. കാരണം നമ്മുടെ നൂലും വിട്ടു പോകുന്നു, നമ്മുടെ ഒരു സ്റ്റോണും വിട്ടു പോകുന്നു. അതെന്താ അറിയില്ല, എന്റെ ഗ്ലൂ സ്റ്റിക്കിന്റെ കുഴപ്പമാണെന്ന് അറിയില്ല. അപ്പൊ നിങ്ങളിൽ നല്ല ഗ്ലൂ സ്റ്റിക്ക് ആണെങ്കിൽ അത് ചിലപ്പോൾ ശരിയായിരിക്കും. അപ്പൊ ഇതൊരു സക്സസ്ഫുൾ ഹാക്ക് തന്നെയാണ്. ഒരു 8 മാർക്ക് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ വീട്ടിലുണ്ടാക്കാം. പിന്നെ ഇതിന്റെ ഒരു വൈറ്റ് കളർ കാണൂട്ടാ. പക്ഷെ അകലേക്കൊന്നും അങ്ങനെ അറിയണില്ലല്ലോ. നിങ്ങൾക്ക് വൈറ്റ് കളർ അറിയണില്ലല്ലോ അകലെ വെച്ച് നോക്കുമ്പോ. അപ്പൊ ഈ ഹാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് തോന്നുന്നത് ഒരു അടിപൊളി ഹാക്ക് തന്നെയാണ്. അപ്പൊ നമ്മള് ആദ്യം ഈ കമ്മലിന് ആദ്യം മുടി ഉണ്ടാക്കി, അതായത് കമ്മൽ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് നമ്മള് കൈച്ചേരി ഉണ്ടാക്കി. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മാലയാണ്, ഒരു സൂപ്പർ മാല, ഒരു ചോക്കറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവര് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നൂല് ഇങ്ങനെ വെച്ച് കൊടുക്കാണ്. ആ ഒരു ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്, അതിന്റെ മുകളിൽ നൂല് വെച്ച് കൊടുക്കാണ്. അത് കഴിഞ്ഞിട്ട് ആദ്യം ഒരു കളർ എടുത്തിട്ട് ഇങ്ങനെ 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 വരയ്ക്കാണ്. ഇങ്ങനെ അതിനത് പറയാ വേവ് അല്ല, ടിങ് 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 ട്രയാങ്കിൾ ഇങ്ങനെ മല പോലെ വരച്ചു കൊടുക്കാണ്. അതിനുശേഷം വേറെ കളർ എടുത്ത് വീണ്ടും മല അതിനൊന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് വരച്ചു കൊടുക്കാണ്. 2 മലകളും വരച്ചു കഴിയുമ്പോൾ അടിപൊളി ഒരു ചോക്കറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഹാക്ക് വർക്കൗട്ട് ആവും. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം.
ആയിട്ട് വന്നേക്കാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ചോക്ര. ഇങ്ങനെയുണ്ട്, സൂപ്പർ ആയില്ലേ? നേരിട്ട് കാണുമ്പോ നല്ല തിളക്കണ്ട്. ഈ മൊബൈലിലേക്ക് ക്യാമറയിലേക്ക് ഗ്ലാമർ പോരാ. നമ്മൾ ഐഫോൺ മേടിച്ചതിന് ശേഷം കാണിക്കുമ്പോൾ നല്ല എന്താ പറയാ ക്ലാരിറ്റിയിൽ കാണും കേട്ടോ. അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കളർ കോമ്പിനേഷൻ ഇത്തിരി ശരിയായില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഈ മാലയ്ക്ക് മാച്ചായിട്ടുണ്ട്. നോക്കിയേ, ഇങ്ങനെ വെക്കുമ്പോ അയ്യോ കഴുത്തിരി കാണില്ല. ചന്തണ്ട് അങ്ങനെ ലൈ ചന്തണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതിവിടെ ചില മാല നമ്മള് നെറ്റിമയൊക്കെ ഇടയ്ക്ക് വെക്കാമല്ലോ. നിങ്ങൾ വേണമെങ്കിൽ നെറ്റിമ വെച്ചോ, എവിടേക്കൊക്കെ പോകുമ്പോ ഇങ്ങനെ വെറൈറ്റി പാർട്ടിക്കൊക്കെ ഇങ്ങനെ വെച്ചോ. അല്ലെങ്കിൽ മാലയിട്ട് യൂസ് ചെയ്യാം. സൂപ്പറായിട്ട് ചോക്കറായിട്ട് സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ വേണമെങ്കിൽ കഴുത്തിൽ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പൊ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടില്ല? നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടില്ലേ? ഇതേ ലൈറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട്. പിന്നെ ആ ചേച്ചി ഇട്ടുണ്ടായിരുന്നത് ഒരു ബ്ലൂവും പിന്നെ ഒരു 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 പിങ്ക അങ്ങനത്തെ ഏതൊരു കളർ, ലൈറ്റ് കളറായിരുന്നു. അത് കാരണം അതിങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കണ്ടായിരുന്നു. ഇതിപ്പോ നമ്മള് ബ്ലൂ സ്റ്റിക്കിൽ റെഡും ബ്ലൂ തകർക്കും എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോ ഒരു കളർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷെ എനിക്ക് നല്ല രസമായിട്ട് കാണുന്നുണ്ട്, നല്ല ചന്തണ്ട്. എനിക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒന്നിങ്ങ് വന്നേ മോനെ, നീ അധിക്ഷേപിക്കുന്നോടാ. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 10ൽ 10 മാർക്ക് കൊടുക്കാണ്. നമ്മള് സൂപ്പർ ആയിട്ടുള്ള ഹാക്ക് എല്ലാവരും ട്രൈ ചെയ്തോട്ടെ. ഇങ്ങനത്തെ ആക്സസറീസ് ഒക്കെ ഇടുന്നവരാണെങ്കിൽ ട്രൈ ചെയ്തേക്ക്. ജീൻസിന്റെ കൂടെയും ഒക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ടുപോവാം. അപ്പൊ ഈ ഹാക്ക് എല്ലാവരും ട്രൈ ചെയ്തോക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഹാക്ക്. ഇതൊരു കിടിലൻ ഹാക്കാണ്. അപ്പൊ നമ്മൾ ഇവര് കാണിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെ ഒരു നീളത്തിൽ ഇങ്ങനെ ഒരു വരയ്ക്കാണ്, ഒരു ബോക്സ് പോലെ ഇങ്ങനെ വരയ്ക്കാണ്. അതിനുശേഷം ഇങ്ങനെ നമ്മൾ നേരത്തെ വരച്ച മലയുണ്ടല്ലോ അത് വരച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു മല തിരിച്ചു വരയ്ക്കാണ്. 2 മലകളും വരച്ചു കഴിയുമ്പോൾ നല്ല ഒരു ഹെയർ ബാൻഡ് ആയിട്ട് അവർ കിട്ടണം. നല്ല കെട്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ ഈ ഹാക്ക് നോക്കട്ടോ, നമുക്കിത് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നല്ല തിന്നായിട്ട് വരുന്നുണ്ട്. നമ്മുടെ അത്ര തിന്നായിട്ട് വരണില്ല. നമ്മൾ യൂസ് ചെയ്യാൻ അത്രയും പ്രഗത്ഭരായ കാരനായിരിക്കും ഒരു പക്ഷെ വരാത്ത. അപ്പൊ ഇനി കറക്കുറ ഡിസൈൻ ആക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒരു മലയെ വരച്ചുള്ളൂ, ഒരു സൈഡിലൊക്കെ വരച്ചുള്ളൂ. ഇനി നമ്മള് സൈഡിലെ നൂലൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് വെക്കാൻ പോവാണ്. സൂപ്പറായിട്ടല്ലേ? ഇതിന്റെ ഒരു തുമ്പ് ഇവിടെ നിൽക്കുന്നത്. അത് കാരണം അത് ഇടയ്ക്ക് ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ കൊളത്തി വലിക്കുന്നുണ്ട്. ഇവിടെ അത്രയ്ക്കൊന്നും കാണാനില്ല. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. നമുക്ക് ഇങ്ങനെ വെക്കാം. പിള്ളേർക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ നൂല് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക. നല്ല രസമായിട്ടില്ലേ? എന്റെ അമ്മ എങ്ങനെയാണ് വെക്കാട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹെയർ ബാൻഡ് വെച്ച് കൊടുക്കാം. അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെ ഹെയർ ബാൻഡ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നമുക്ക് 10ൽ 10 മാർക്ക് കൊടുക്കാം. നല്ല രസമായിട്ടുള്ള ഒരു ഹാക്കാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ നമ്മുടെ ഹെയർ ബാൻഡ് വെച്ചു. സൂപ്പർ ആയിട്ട് അവന്റെ വിവരക്കേട് കൊണ്ടുവരണല്ലേ, നീ ക്ഷമിക്ക്. സക്സസ്ഫുൾ ഹാക്കാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തോക്കാം. ഒന്നുകൂടി നല്ല കാണിച്ചറിഞ്ഞ് അടിപൊളിയായിട്ടില്ലേ? എന്റെ ഈശോ, നിന്നെ എത്ര ഡീസന്റ് ആയിട്ടാണ് സാത്താൻ പരീക്ഷിച്ചത്. ഇതൊരു ജാതി മറ്റേ പരിപാടിയായി. താരനുണ്ടോ? ഇല്ല. അപ്പൊ അടിപൊളി ഹാക്കാണ്, എല്ലാവരും ട്രൈ ചെയ്തോക്കാം. അപ്പൊ ഇനി നമുക്ക് പോവാൻ നെക്സ്റ്റ് ഹാക്ക് ഒന്നുമില്ല. അപ്പൊ ഇന്നത്തെ ഹാക്സ് ഒക്കെ എന്താ പറയാ, നമ്മൾ പറയാൻ മറന്നു. ഇന്നത്തെ ഹാക്സ് ഒക്കെ നല്ല ആക്സസറീസിന്റെ ഹാക്സ് ആയിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മലിന്റെ മുടി ഉണ്ടാക്കി, പിന്നെ കമ്മൽ ഉണ്ടാക്കി, പിന്നെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി, മാല ഉണ്ടാക്കി, പിന്നെ അവസാനം ഹെയർ ബാൻഡ് വെച്ചിട്ട് നമ്മൾ അവസാനിപ്പിച്ചു. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇവിടെ തുടങ്ങി നമ്മളിവിടെ വെച്ച് അവസാനിച്ചുട്ടാ. അപ്പൊ ഇത് അടിപൊളി ഹാക്കായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഗേൾസിനുള്ള സ്പെഷ്യൽ ഹാക്കാണ്. ബോയ്സും കണ്ട് ചെയ്തെടുത്തു. ചേച്ചിക്ക് അനിയത്തിക്ക് അമ്മയ്ക്കൊക്കെ ചെയ്തെടുത്തോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഹാക്സ് ഒക്കെ കഴിഞ്ഞാൽ അപ്പൊ നമ്മൾക്ക് ഇന്നുള്ളത് മേക്ക് ഇറ്റ് പോസിബിൾ സെഷനാണ്. ഒരു കിഡിലൻ ചാനൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് നമ്മുടെ മേക്ക് ഇറ്റ് പോസിബിൾ സെഷനിലേക്ക് പോവാം. വെൽക്കം ടു മേക്ക് ഇറ്റ് പോസിബിൾ. അപ്പൊ ഇന്നത്തെ നമ്മുടെ മേക്ക് ഇറ്റ് പോസിബിൾ സെഷനിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു സൂപ്പർ, ഒരു കിടിലൻ, ഒരു കിടുക്കാച്ചി ചാനലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ചാനൽ ചെയ്യണത് 3 ഗേൾസ് ആണ്. മെയിൻ ആയിട്ട് ഒരു കുട്ടിയുണ്ട്. അവ കുട്ടിയുടെ പേരാണ് അനാബിയ. അപ്പൊ നമ്മുടെ ചാനലിന്റെ പേരാണ്, അപ്പൊ കേട്ടിട്ടുണ്ടാവില്ലേ ചാനലിന്റെ പേരാണ് പിങ്ക് ഫ്ലഫി ഗേൾസ്. നല്ല എന്താണ്, നല്ല 3 സുന്ദരി കുട്ടികളാണ്. അപ്പൊ ആ കുട്ടിയും ആ കുട്ടിയുടെ 2 അനിയത്തിമാരും കൂടിയിട്ടാണ്. കുട്ടിയുടെ പേര് അനാബിയ. കുട്ടി 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവർ കാസർഗോഡാണുള്ളത്. പിന്നെ ഇവരുടെ അനിയത്തിമാരുടെ പേര് ഷീക്സ്
ഫസ്ന എന്നാണ് പേരിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ആ സ്പെല്ലിംഗ് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വന്നതാണ്. അപ്പൊ നല്ല കിടിലൻ പേരായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവരുടെ ചാനൽ എന്ന് പറയുകയാണെങ്കിൽ നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള കുറെ ചാലഞ്ചസ് ഉണ്ട്. പിന്നെ കുറെ മേക്കപ്പ് ഹാക്സ് ഒക്കെ അവർ ഹാക്സ് അല്ല, മേക്കപ്പിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല നല്ല അടിപൊളി, നമ്മളതിനെ കണ്ടിരുന്നു. അതുപോലത്തെ കുറച്ച് വീഡിയോസ് ആണ് അവർ ചെയ്തേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ വരട്ടെ, അതുപോലെ വാച്ച് ഓവർ ഒക്കെ നല്ലോണം കൂടുതൽ വരട്ടെ. അപ്പോൾ ഈ ചാനലൊന്ന് കണ്ടു നോക്കാം. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക അവരെ മാക്സിമം. പിന്നെ എന്താ പറയാനുള്ള ലൈക്ക് ചെയ്യുക, അങ്ങനെയുള്ള അവർ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പൊ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ മേക്ക് ഇറ്റ് പോസിബിൾ സെഷൻ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മള് എന്താ പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെന്താ കമന്റ്സ് ഉണ്ടെങ്കിൽ അയക്കാൻ മറക്കരുത്. നല്ല അടിപൊളി കമന്റ്സ് അയക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മള് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ കമന്റ്സ് വരുമല്ലോ. അപ്പൊ എനിക്കറിയാൻ പറ്റും ആരാണ് ഏറ്റവും ആദ്യത്തെ കമന്റ് വന്നതെന്ന്. ചില ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് വ്യത്യാസമായിരിക്കും. അപ്പൊ ആദ്യം വന്ന കമന്റ് ആണ്, എനിക്ക് YT സ്റ്റുഡിയോയിൽ ആദ്യം വന്ന് കിടക്കുന്ന കമന്റ് ആണ് ഞാൻ ഫസ്റ്റ് ഇടണത്. അപ്പൊ ആരും ഇത് പറഞ്ഞിട്ട് തല്ല് കൂടരുതിട്ട് കുട്ടികളെ. ഫസ്റ്റ് വരുന്ന കമന്റ്, ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും, നിങ്ങൾ എപ്പോഴും എന്റെ മനസ്സിൽ ഓരോരുത്തരും ഫസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും എന്റെ പ്രിയപ്പെട്ട കുട്ടികളാണ്, പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ആണ്, പ്രിയപ്പെട്ട ഫ്രണ്ട്സ് ആണ്. അപ്പൊ എല്ലാവരും തല്ലുകൂടാണ്ട് കമന്റ്സ് ഒക്കെ അയക്കുക. അടിപൊളി കമന്റ്സ് അയച്ചോളാം, ഞാൻ പിൻ ചെയ്യണതായിരിക്കും കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്, അപ്പൊ എന്താ പറയാ, ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കണ്ടവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.